ഈശോയിൽ സ്നേഹമുള്ളവരെ, കത്തോലിക്ക സഭയിലെ ഏറ്റവും വലിയ ആരാധനയായ പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുവാൻ തീവ്രമായി ആഗ്രഹിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ കാരുണ്യവും കൃപയും ഉണ്ടാവട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യം ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യതയാൽ രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലൂടെയാണ് നാം രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത്. മനുഷ്യവംശത്തിൻ്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ദൈവമുണ്ടാക്കിയ ഒരു പദ്ധതിയാണ്, ദൈവീകമായ രക്ഷാകരമായ പദ്ധതിയാണ് നമ്മുടെ രക്ഷയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത്. നമ്മുടെ കഴിവുകളോ നമ്മുടെ പുണ്യങ്ങളോ നമ്മുടെ നന്മപ്രവൃത്തികളോ ഒന്നുമല്ല നമ്മളെ രക്ഷിച്ചത്, ദൈവത്തിൻ്റെ കാരുണ്യവും ദൈവത്തിൻ്റെ കൃപയുമാണ്. ഇതാണ് കഴിഞ്ഞ ആഴ്ചയിൽ പങ്കുവെക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചത്. ഈ രക്ഷാകര പദ്ധതി എത്ര സൂക്ഷ്മതയോടെയാണ് ദൈവം ഒരുക്കിയത് എന്ന് ഒന്ന് പറയാം. അതാണ് ഞാൻ ഇന്ന് പ്രധാനമായി ആഗ്രഹിക്കുന്നത്. രക്ഷാകര പദ്ധതിയുടെ ആരംഭം പറുദീസയിലാണ്. ബൈബിളുള്ളവരെടുക്കുക, ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യം. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 15-ാം വാക്യം. രക്ഷകനെക്കുറിച്ചുള്ള ആദ്യത്തെ വാഗ്ദാനം ബൈബിളിൽ നമ്മൾ കാണുന്നത് അവിടെയാണ്. രക്ഷാകര പദ്ധതി അതിനോട് ബന്ധപ്പെട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിൻ്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. അതിൻ്റെ 1-ാം ഭാഗമാണ് സാധാരണഗതിയിൽ നമ്മൾ വായിച്ച് കടന്നു പോവുക, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾ ലഭിക്കുക. അതിൻ്റെ 2-ാം ഭാഗം അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് എന്ന് കരുതുന്നത് കൊണ്ട് ഞാനതുകൂടെ വ്യാഖ്യാനിക്കുമെന്ന് കരുതുകയാണ്. അപ്പോൾ ദൈവവും തിന്മയും തമ്മിലുള്ള ഒരു ശത്രുതയും, പരമനന്മയായ ദൈവത്തിന് തിന്മയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് അവർ തമ്മിൽ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് നീയും സ്ത്രീയും തമ്മിലും നിൻ്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിൻ്റെ തല തകർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീയുടെ സന്തതി ലോകത്തിൽ വരും. സ്ത്രീയുടെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനായ ഒരുവൻ വരും. അവൻ വന്നാൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം നിൻ്റെ തല തകർക്കും, നിൻ്റെ തല തകർക്കും. സ്ത്രീയുടെ സന്തതി എന്ന് വിളിക്കപ്പെടുവാൻ അർഹതയുള്ളവൻ ഈശോയാണ്. അവൻ വരും, മിശിഹ വരും. അവൻ വന്നാൽ ചെയ്യുന്നത്, സ്ത്രീയുടെ സന്തതി വന്ന് ചെയ്യുന്നത് നിൻ്റെ തല തകർക്കുമെന്ന് പറഞ്ഞാൽ നിൻ്റെ തലയിൽ നിന്ന് വന്ന 3 തെറ്റായ അറിവുകളെ തകർക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. നിൻ്റെ തലയിൽ നിന്ന് വന്ന 3 തെറ്റായ അറിവുകളുണ്ട്. അതാണ് മനുഷ്യവംശത്തെ ചതിച്ചത്. ആ 3 തെറ്റായ അറിവാണ് സകല പാപങ്ങൾക്കും അടിത്തറയായി കിടക്കുന്നത്. ആ തെറ്റായ അറിവിനെ തിരുത്താൻ വേണ്ടിയാണ് ഈശോ മനുഷ്യനായി അവതാരമെടുത്തത്. അത് ഈ രക്ഷാകര പദ്ധതിയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ആദ്യ നിമിഷത്തിൽ തന്നെ നമുക്കത് മനസ്സിലാവുകയാണ്. ഏതൊക്കെയാണ് 3 തെറ്റായ അറിവുകൾ? ഞാൻ മറ്റൊരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. 3 തെറ്റായ അറിവ്. 1, ദൈവം നിന്നെ സ്നേഹിക്കുന്നില്ല എന്നാണ്. 2-ാമത്തെ തെറ്റായ അറിവ്, നിനക്ക് വില ഇല്ല എന്നാണ്. 3-ാമത്തെ തെറ്റായ അറിവ്, പാപം ലാഭമാണ് എന്നാണ്. ഇത് ചെകുത്താൻ പറഞ്ഞു കൊടുത്ത 3 തെറ്റായ അറിവുകളാണ്.
ബൈബിൾ നമുക്ക് നൽകുന്നത് ഈ തെറ്റായ അറിവിന് പകരമായി ദൈവം നിന്നെ സ്നേഹിക്കുന്നു, നിനക്ക് വിലയുണ്ട്, പാപം ലാഭമല്ല, പാപം നഷ്ടമാണ്. ഇതാണ് അടിസ്ഥാനപരമായി ബൈബിൾ പറയുന്ന പ്രമേയം. അതാണ് ഈശോ ഈ ലോകത്തിൽ വന്ന് നമ്മോട് പറഞ്ഞു തരാൻ ആഗ്രഹിച്ച കാര്യവും. അപ്പം അതുകൊണ്ട് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും, അവൻ നിന്റെ തലയെ തകർക്കും. തിന്മയെ തകർക്കാനുള്ളവൻ വരും. ആ തിന്മയെ തകർക്കാനുള്ളവൻ വന്ന് നിന്റെ തല തകർക്കാൻ ശ്രമിക്കുമ്പോൾ നീ അവൻ്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കും. കുതികാലിലേൽക്കുന്ന പരിക്ക് മരണകരമായ പരിക്കാണ്. അതുകൊണ്ടാണ് കുതികാലിൽ പരിക്കേൽപ്പിക്കും എന്ന ഒരു വാക്ക് ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ പറയുക. പുതിയ നിയമത്തിൻ്റെ താളുകളിലൂടെ കടന്നു വരുമ്പോൾ ദൈവപുത്രൻ എന്തുകൊണ്ടാണ് സഹിച്ചത് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായി ഒരു ഉത്തരം കണ്ടെത്താനാകുമായിരുന്നില്ല. പ്രവചന ഗ്രന്ഥങ്ങൾ പലതും അന്വേഷിച്ചപ്പോൾ അവസാനം കണ്ടെത്തിയ ഒരു വാക്യം, അന്വേഷണത്തിൻ്റെ ഏറ്റവും പുറകോട്ട് പോയപ്പോൾ കണ്ടെത്തിയ വാക്യം, അവൻ നിന്റെ കുതികാലിൽ പരിക്കേൽപ്പിക്കുമെന്നാണ്. തിന്മയുടെ സ്വാധീനമുള്ള ശക്തികൾ സ്വാഭാവികമായി നന്മയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷേ തിന്മയുടെ പിടിയിൽ നിന്ന് പരിപൂർണമായി മനുഷ്യവംശത്തെ മോചിപ്പിക്കാൻ വേണ്ടി അവൻ സഹിക്കേണ്ടി വന്നത് തിന്മ അവൻ്റെ കുതികാലിൽ ഏൽപ്പിച്ച പരിക്കാണ്. അത് ഈശോ സ്വാഭാവികമായി അത് സ്വീകരിച്ചുകൊണ്ട് അതിന് വിധേയപ്പെട്ടുകൊണ്ട് പിതാവിൻ്റെ ഇഷ്ടം മനുഷ്യമക്കളെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതായതുകൊണ്ട് അതിനുവേണ്ടി അതിനെ സ്വീകരിച്ച് അവൻ സ്വയം ബലിയായി തീരുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും കുരിശു മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യത കൊണ്ട് രക്ഷിക്കപ്പെട്ടവരാണ് നമ്മൾ. ഈ പരുക്ക് നമുക്ക് രക്ഷയായി മാറി. അവൻ്റെ ക്ഷതങ്ങൾ നമുക്ക് മോചനം നൽകി. അവൻ്റെ മുറിവുകളാൽ നാം സൗഖ്യപ്പെട്ടു. അവൻ്റെ ക്ഷതങ്ങളാണ് നമ്മളെ രക്ഷിച്ചത്. അപ്പം അതുകൊണ്ട് രക്ഷാകരമായ അവൻ്റെ പീഡാസഹനവും അവൻ്റെ കുരിശുമരണവും അവൻ്റെ ഉത്ഥാനവും എൻ്റെ രക്ഷയ്ക്ക് കാരണമായി മാറി. ആ രക്ഷാകരമായ പദ്ധതിയുടെ തുടക്കം പറുദീസയിലാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചു വരിക. ഇനി അതിനെ കൂടുതൽ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അത് ദൈവത്തിൻ്റെ പദ്ധതിയായതുകൊണ്ട് കാരുണ്യവാനായ ദൈവം അതിന് തയ്യാറായി. അതിനുവേണ്ടി എന്തൊക്കെയാണ് ദൈവം ചെയ്തത്? ദൈവമായ കർത്താവ് അതിനായി ഒരു ജനതയെ സ്വന്തമായി ഒരുക്കിക്കൊണ്ടുവരാൻ തയ്യാറായി. അതുകൊണ്ടാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ, ഉൽപ്പത്തിയുടെ പുസ്തകം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നു. ദൈവമായ കർത്താവ് അബ്രാമിനോട് അരുളി ചെയ്തു, നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് ഞാൻ മഹത്വരമാക്കും. അങ്ങനെ നീ ഒരനുഗ്രഹമാകും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. ഇനിയാണ് പ്രധാനപ്പെട്ട വാക്യം, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. നിന്നിലൂടെ ഭൂമുഖത്തെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിലും കുരിശുമരണത്തിലും ഉത്ഥാനത്തിലും അതിൻ്റെ ഫലമായി സകല മനുഷ്യർക്കുമായി ലഭ്യമായത്. അപ്പോൾ എവിടെയാണ് ഒരു അനുഗ്രഹം മുകളിൽ കിടപ്പുണ്ട്? ദൈവത്തിൻ്റെ അനുഗ്രഹം. ദൈവം ഒരു വ്യക്തിയെ അനുഗ്രഹിച്ചാൽ ആ വ്യക്തി ഒരനുഗ്രഹമായി മാറും, ഒരനുഗ്രഹമായി മാറും. അപ്പം നമ്മുടെ വിളി എന്ന് പറയുന്നത് ഒരു അനുഗ്രഹമാകാനുള്ള വിളിയാണ്.
മറ്റു പലരും അറിവില്ലാത്തത് കൊണ്ടോ നമ്മളെ തെറ്റിദ്ധരിച്ചത് കൊണ്ടോ വേറെ പലതും പറഞ്ഞിട്ടുണ്ടാകും. അതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. ഒന്നിനും കൊള്ളരുതാത്തതാണ് എന്നൊക്കെ പറഞ്ഞു കാണും. അതൊന്നും അല്ല പ്രധാനപ്പെട്ടത്. ദൈവം എൻ്റെ തലയ്ക്ക് മുകളിൽ ഒരാശീർവാദം വെച്ചിട്ടുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരനുഗ്രഹമായി മാറും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. തലമുറകൾ നീളുന്ന അനുഗ്രഹങ്ങളാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ. തലമുറകളുടെ ശാപങ്ങളെ മാറ്റാൻ ഈ ഒരു അനുഗ്രഹം മതി. കാരണം അവൻ സർവശക്തനായ ദൈവമാണ്. എന്തൊരു വലിയ പ്രത്യാശയാണത്. അപ്പം അതുകൊണ്ടാണ് ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെട്ടത്. ഈ ആശീർവാദത്തിൻ്റെ അനന്തരഫലമായി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും അവൻ്റെ പീഡാസഹനവും അവൻ്റെ കുരിശുമരണവും അവൻ്റെ ഉത്ഥാനവും അടിസ്ഥാനപരമായി നമ്മുടെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. അങ്ങനെ ദൈവം ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. ആദ്യം ഒരു വാഗ്ദാനം നൽകി, ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്തു. ആ വ്യക്തിയിലൂടെ ഒരു വംശത്തെ അവൻ തിരഞ്ഞെടുത്തു. ഇങ്ങനെ രക്ഷാകര പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നീട് രക്ഷാകര ചരിത്രം ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഗോത്രത്തിലേക്ക് അവൻ വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരു വ്യക്തിയിലൂടെ ആരംഭിക്കുന്നത്, അബ്രാഹത്തിലൂടെ ആരംഭിക്കുന്നത്, ഒരു ഗോത്രത്തിലേക്ക് അതിനെ വ്യാപിപ്പിക്കുകയാണ്. ആ ഗോത്രത്തെ, യൂദായുടെ ഗോത്രം, അതിൽ നിന്ന് പിന്നീട് അതൊരു രാജ്യമായി വളരുകയാണ്, ഇസ്രയേൽ എന്ന രാജ്യം. അപ്പം ഇതിൻ്റെ എല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ് കിടക്കുന്നത് എന്നതും അതിൻ്റെ പിന്തുടർച്ചയാണ് ഈ രക്ഷാകര ചരിത്രം മുഴുവനും എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. അങ്ങനെ ഒരു രാജ്യമായി അവർ വളർന്നു. ആ രാജ്യത്തിൽ പ്രവാചകന്മാരും നേതാക്കന്മാരുമൊക്കെ രക്ഷകനെക്കുറിച്ചുള്ള സന്ദേശങ്ങൾ വളരെ മനോഹരമായി നൽകി. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 52-ാം അധ്യായം 13 മുതൽ 53-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെ സഹനദാസനെ കുറിച്ചുള്ള വിവരണമാണ്. ക്രിസ്തുവിനെ പഴയ നിയമത്തിൽ ഈശോ ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ അവൻ്റെ പീഡാസഹനങ്ങളെ മുഴുവൻ പ്രവാചകന്മാരിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. ഇങ്ങനെ ഒരാൾ വരും, അവൻ്റെ പീഡാസഹനവും അവൻ്റെ കുരിശുമരണവും അവൻ്റെ ഉത്ഥാനവുമാണ്, അവൻ്റെ ക്ഷതങ്ങളാണ്, അവൻ്റെ വേദനകളാണ് നമുക്ക് സൗഖ്യമായി പിന്നീട് രൂപാന്തരപ്പെടാനുള്ളത് എന്ന് ദൈവം അവരെ പഠിപ്പിക്കുകയായിരുന്നു. ഒരു ജനതയെ അവർ ഒരുക്കിക്കൊണ്ടുവന്നു. ആ ജനതയെ ഒരുക്കിക്കൊണ്ടുവരുന്നതിനിടയിൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി തന്നെ ഈജിപ്തിൽ 430 വർഷങ്ങൾ അവർ അടിമകളായി വേല ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സങ്കടങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവർക്കാണ് രക്ഷകൻ്റെ വരവ് നൽകുന്ന വലിയ സ്വാതന്ത്ര്യം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ദാരിദ്ര്യം അനുഭവിച്ചവനാണ് സമ്പന്നതയിലേക്ക് എത്തുമ്പോൾ ദൈവം എന്തുമാത്രം കാര്യങ്ങൾ അവന് ദാനമായി നൽകിയെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് ആനുപാതികമായി ദൈവത്തെ മഹത്വപ്പെടുത്താനും സ്തുതിക്കാനും നന്ദി പറയാനും സാധിക്കുക. സഹനത്തിൻ്റെ വഴികളിലൂടെ എന്നും ദൈവം തൻ്റെ ജനത്തെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടെ ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. വീണ്ടും 430 വർഷത്തിൻ്റെ അടിമത്തത്തിന് ശേഷം ഇസ്രയേൽ ജനത്തെ മോശയുടെ നേതൃത്വത്തിൽ വിമോചിപ്പിച്ച് തേനും പാലുമൊഴുകുന്ന വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ ഒരു 40 വർഷം അവരുടെ ജീവിതത്തിൽ വളരെ നിർണായകമായൊരു കാലഘട്ടമായി അവശേഷിക്കുന്നുണ്ട്. ആ 40 വർഷത്തിലാണ് യഥാർത്ഥത്തിൽ ദൈവം ആരാണെന്നും ദൈവം എങ്ങനെയാണ് നമ്മളെ പരിപാലിക്കുന്നതെന്നും ദൈവം എങ്ങനെയാണ് നമ്മളെ സംരക്ഷിക്കുന്നതെന്നൊക്കെ ഒരു വലിയ സമൂഹം, 20 ലക്ഷത്തിലധികം വരുന്ന സമൂഹം ശരിക്കും മനസ്സിലാക്കിയത് മരുഭൂമിയിൽ വെച്ചാണ്. മരുഭൂമിയുടെ അനുഭവങ്ങൾ അവരെ പഠിപ്പിച്ചത് വലിയ പാഠങ്ങളായിരുന്നു. അവിടെ വെച്ചാണ് പിതാക്കന്മാരുടെ ദൈവം ആരാണ് എന്നവർക്ക് ശരിക്കും മനസ്സിലായത്. പിതാക്കന്മാരുടെ ദൈവം ആരാണ്? പിതാക്കന്മാരുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്.
പിതാക്കന്മാരുടെ ദൈവം സദാ കൂടെ നടക്കുന്ന ദൈവമാണ്. പിതാക്കന്മാരുടെ ദൈവം ഉണ്ണാനും ഉടുക്കാനും തരുന്ന ദൈവമാണ്. പിതാക്കന്മാരുടെ ദൈവം സുരക്ഷിതമായി പിതൃഭവനത്തിൽ തിരിച്ചെത്തിക്കുന്ന ദൈവമാണ്. പറയാമോ? നോക്കുകയും, പിതാക്കന്മാരുടെ ദൈവം വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ്. ഇത് മരുഭൂമിയിൽ വെച്ചാണ് അവർക്ക് ശരിക്കും മനസ്സിലായത്. ദാഹിച്ചു പൊരിഞ്ഞപ്പോ നിലവിളിക്കുന്ന ഒരു ജനത്തിൻ്റെ നിലവിളി കേൾക്കാൻ ഇറങ്ങി വരുന്ന ദൈവം ചെങ്കടലിൻ്റെ മുൻപിൽ വെച്ച് എല്ലാം അവസാനിച്ചു, പുറകോട്ട് പോകാനും മുന്നോട്ട് പോകാനും ആവാത്ത വിധത്തിൽ ജീവിതത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഒരു ജനതതി നിലവിളിച്ചപ്പോൾ ഉത്തരം തരാൻ ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ അവർ കണ്ടത് ചെങ്കടലിൻ്റെ മുൻപിൽ വെച്ചാണ്. വിളിച്ചാൽ വിളി കേൾക്കുന്നവനാണ് ദൈവമെന്ന് അവരക്ഷരാർത്ഥത്തിൽ അനുഭവിച്ച് അറിയുന്ന നിർണായകമായ രംഗം. പിതാക്കന്മാരുടെ ദൈവം, വീണ്ടും ഉണ്ണാനും ഉടുക്കാനും തരുന്ന ദൈവം, സദാ കൂടെ നടക്കുന്ന ദൈവം, സുരക്ഷിതമായി പിതൃഭവനത്തിൽ തിരിച്ചെത്തിക്കുന്ന ദൈവം. അങ്ങനെ ഒരു ദൈവത്തെ അവർ അനുഭവിച്ച് അറിഞ്ഞത് മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന അനുഭവത്തിലാണ്. ചില സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം വലിയ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തിരിച്ചറിയണം. സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദൈവം പോലും ഉപേക്ഷിച്ചെന്നാ ചിലരൊക്കെ ചിന്തിക്കുക. പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നാണ് ചിലരൊക്കെ ചിന്തിക്കുക. അങ്ങനെയല്ല. ഈ സങ്കടത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം വലിയ ആത്മീയ സത്യങ്ങൾ എന്നെ പഠിപ്പിക്കുന്നു. എന്നെ കരുത്തുള്ളവനാക്കാൻ വേണ്ടിയാണ് ഈ പ്രതിസന്ധി എന്ന് മനസ്സിലാക്കിയാൽ സമചിത്തതയോടെ ശാന്തമായി അതിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ഇത്തരം ചില സഹനാനുഭവങ്ങളിലൂടെ കടന്നു പോകാതെ ആത്മീയ ജീവിതത്തിൻ്റെ പൊരുള് നമുക്ക് മനസ്സിലാവുകയില്ല. ആത്മീയതയിൽ കരുത്തുള്ളവരായി നമ്മൾ മാറുകയില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം, നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിയമാവർത്തനം 32, 10, 11, 12 വാക്യങ്ങൾ നമ്മൾ വായിക്കണം. അവിടെ നമ്മൾ കാണുന്നത്, അവിടുന്ന് അവനെ, വാക്യം വായിച്ചേ, അവിടുന്ന് അവനെ മരുഭൂമിയിൽ ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യത്തിൽ കണ്ടെത്തി. ശൂന്യത ഓരിയിടുന്ന ചില മണലാരുണ്യങ്ങളിലാണ് ദൈവം നമ്മെ ചേർത്ത് പിടിക്കുക. ശൂന്യത ഓരിയിടുന്ന മണലാരുണ്യത്തിൽ അവനെ കണ്ടെത്തി, അവനെ വാരി പുണർന്നു, താൽപര്യപൂർവ്വം പരിചരിച്ച് തൻ്റെ കണ്ണിലുണ്ണിയായി സൂക്ഷിച്ചു. മനുഷ്യനോട് ദൈവം കാട്ടുന്ന വലിയ സ്നേഹത്തിൻ്റെ അടയാളമായി ചേർത്ത് പിടിച്ച് കണ്ണിലുണ്ണിയായി പരിഗണിച്ച് എന്തുമാത്രം ശ്രദ്ധയും കരുതലുമാണ് ദൈവം ഓരോ വ്യക്തിക്ക് നൽകുക. ഇനി അവനെ വളർത്തുന്നത് എങ്ങനെയാണ് എന്ന് നിയമാവർത്തന പുസ്തകത്തിൻ്റെ 32-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നു. എങ്ങനെയാണ്? കൂട് ചലിപ്പിക്കുകയും കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ അവനെ നയിച്ചത് കർത്താവാണ്. കൂടിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരിക്കുന്ന കുഞ്ഞിൻ്റെ മുകളിൽ, മക്കളെ, ഇവിടെ ഇരിക്കാനുള്ളവരല്ല നമ്മൾ, ഉയർന്നു പൊങ്ങേണ്ടവരാണ്, പറന്നു പൊങ്ങാനുള്ളവരാണെന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈ കൂടിന് മുകളിൽ പറന്ന് കാണിക്കും. എന്നിട്ട് പറയും വാ. പക്ഷേ കുഞ്ഞു കുഞ്ഞു സുഖങ്ങളും കുഞ്ഞു കുഞ്ഞു സുരക്ഷിതത്വങ്ങളും ഉപേക്ഷിക്കാൻ മടിയായതുകൊണ്ട് അതിൽ അള്ളിപ്പിടിച്ച്, കൂട്ടിൽ അള്ളിപ്പിടിച്ചിരിക്കും. അപ്പോഴാണ് കൂട് ചലിപ്പിക്കും, ഇളക്കും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തെ പിടിച്ചിങ്ങനെ കുലുക്കുന്നത് കൊല്ലാനല്ല, വളർത്താനാണ്. ചില സുരക്ഷിതത്വത്തിൻ്റെ മേഖലകളെ നീ വിടണമെങ്കിൽ ഇത്തരം ചില കുലുക്കലുകൾ ആവശ്യമായി വരും. ചില കുലുക്കലുകളൊക്കെയാണ് നമ്മളെ വലിയവരാക്കി മാറ്റുന്നത് എന്നത് തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യം. കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചിറകടിക്കുകയും വിരിച്ച ചിറകുകളിൽ കുഞ്ഞുങ്ങളെ വഹിക്കുകയും ചെയ്യുന്ന കഴുകനെ പോലെ
അവനെ നയിച്ചത് കർത്താവാണ്. ചിറകിലെടുത്ത് ഉന്നതങ്ങളിലേക്ക് പറന്നു പോകും. അങ്ങ് മുകളിലെത്തിക്കഴിയുമ്പോൾ ചിറകിൽ നിന്ന് കുഞ്ഞിനെ ഉരുട്ടിയിടും. എന്നിട്ട് താഴേക്ക് പോകുന്ന കുഞ്ഞ് തൻ്റെ ജീവിതം അവസാനിച്ചു, കല്ലിൽ തൻ്റെ ജീവിതം തലതല്ലി മരിക്കാൻ തുടങ്ങുന്നു എന്ന് കാണുമ്പോഴേക്കും തള്ളപ്പക്ഷി വന്ന് അതിൻ്റെ വിരിച്ച ചിറകുകളിൽ വഹിച്ച് പിന്നെയും മുകളിലേക്ക് പോകും. ഒരു 4-5 ആവർത്തി ഇത് കഴിയുമ്പോൾ കുഞ്ഞ് വേറെ മാർഗമില്ലാത്തത് കൊണ്ട് പറക്കാൻ തുടങ്ങും. അങ്ങനെയാണ് കഴുകൻ കുഞ്ഞ് പറന്നുയരുന്ന ഉന്നതങ്ങളിൽ വ്യാപിക്കുന്ന പക്ഷിയായി രൂപാന്തരപ്പെടുക. അതുകൊണ്ടാണ് മനുഷ്യനെ ദൈവം എങ്ങനെയാണ് വലിയവനാക്കുന്നതെന്ന് പഠിപ്പിക്കാൻ നിയമാവർത്തന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മനോഹരമായ ഉദാഹരണമാണത്. അതുകൊണ്ടാണ് നിയമാവർത്തനം 32-ന്റെ 10, 11, 12 വാക്യങ്ങളിലൊക്കെ ദൈവം മനുഷ്യനെ എങ്ങനെയാണ് വളർത്തുന്നത് എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായ സൂചനകൾ നമ്മൾക്ക് ലഭിക്കുന്നു. സീനായ് മലയിലൂടെ നടത്തിയിട്ട് മരുഭൂമിയിലൂടെയുള്ള സഞ്ചാരത്തിൻ്റെ അവസാനം സീനായ് മലയിൽ വെച്ച് അവരുമായി ഉടമ്പടി ഉണ്ടാക്കുന്നു. 2 കാര്യങ്ങളാണ് പറഞ്ഞത്. നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ കൽപ്പന പാലിക്കുകയും ചെയ്താൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായി മാറും. ഇസ്രായേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായൊരു നിമിഷമാണത്, സീനായി ഉടമ്പടി. അത് ഈ മരുഭൂമി അനുഭവത്തിനിടയിലാണ് അവർക്ക് അനുഭവവേദ്യമായത്. അങ്ങനെ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അവർ മാറി. സീനായി ഉടമ്പടിക്ക് ശേഷം പിന്നീട് പ്രവാചകന്മാരിലൂടെ കാനാൻ ദേശത്തെത്തിക്കഴിയുമ്പോൾ പിന്നീട് പ്രവാചകന്മാരിലൂടെ നേതാക്കന്മാരിലൂടെ രക്ഷകനെക്കുറിച്ചുള്ള അറിയിപ്പുകൾ നിരന്തരമായി നൽകിക്കൊണ്ടിരുന്നു. രക്ഷകനെ സ്വീകരിക്കാൻ ഒരു ജനതയെ ദൈവം ആ കാലഘട്ടത്തിൽ ഒരുക്കുകയായിരുന്നു. പിന്നീട് സമയത്തിൻ്റെ പൂർത്തീകരണത്തിൽ മിശിഹ ഈ ഭൂമിയിൽ വന്ന് പിറന്നു. അതൊരു പുതിയ യുഗത്തിൻ്റെ പിറവിയായിരുന്നു. കാലങ്ങളായി കാത്തിരിക്കുന്നവൻ. ഇത് പറുദീസയിൽ ആരംഭിച്ച രക്ഷകനെ കുറിച്ചുള്ള അറിയിപ്പുകൾ പൂർത്തീകരിക്കാൻ പോകുന്നു. ഏറ്റവും എത്തിയിരിക്കുന്നു, രക്ഷ എത്തിയിരിക്കുന്നു. ആ രക്ഷകനെ സ്വീകരിക്കാൻ വേണ്ടി ജനം ഒരുങ്ങിയ നാളുകളിൽ ദൈവത്തിൻ്റെ സമയത്തിൻ്റെ പൂർത്തീകരണത്തിലാണ് രക്ഷകൻ്റെ മനുഷ്യാവതാരം ഉണ്ടാവുക. അതൊരു പുതിയ യുഗം അവനിലൂടെ ആരംഭിക്കുകയായിരുന്നു. അതിനുശേഷം മലാക്കിയുടെ പ്രവചനത്തിൻ്റെ ശേഷം, പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കിയുടെ പ്രവചനത്തിന് ശേഷം 430 വർഷങ്ങൾ കഴിഞ്ഞാണ് വേറൊരു പ്രവാചക ശബ്ദം ഈ ഭൂമിയിൽ മുഴങ്ങിയത്. 430 വർഷം എന്ന് പറയുന്നത് ഇസ്രായേൽക്കാർ ഈജിപ്തിൽ അടിമകളായി ജീവിച്ച കാലമാണ്. അത് 430. ഇവിടെ 400 വർഷത്തിൻ്റെ കാലയളവ് വീണ്ടും നമ്മൾ കാണുന്നു. അത് ക്രിസ്തുവിൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ ആരംഭമാകുമ്പോഴേക്കും 430 വർഷങ്ങളാകുന്നു. അവിടെയാണ് രക്ഷകനാണ് ഇവൻ എന്ന സൂചനയുമായി പ്രവാചക ശബ്ദം കേൾക്കുക. അത് യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 1-ാം അധ്യായം 29-ാമത്തെ വാക്യമാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 29-ാം വാക്യം കിട്ടിയവർ വായിക്കുക. അടുത്ത ദിവസം യേശു തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു, യോഹന്നാൻ സ്നാപകനാണ് പറയുന്നത്, ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അതൊരു വലിയ വിളംബരമാണ്, അതൊരു വലിയ സാക്ഷ്യമാണ്. എന്താണ് സാക്ഷ്യം? ഇതാ ലോകത്തിൻ്റെ പാപം വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലമുള്ളവരൊക്കെ മനസ്സിലാകും, പാപം വഹിക്കുന്ന കുഞ്ഞാട്, അത് പെസഹ കുഞ്ഞാട്. അതിന് പകരമായി ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് പാപം വഹിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്നു. അവനാണ് ഇവൻ എന്ന് ഈശോയെ ചൂണ്ടിക്കൊണ്ട് സ്നാപകൻ പറയുകയാണ്. സ്നാപകൻ്റെ വാക്ക് കേട്ട് പലരും ഈശോയെ അനുഗമിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് പുതിയൊരു സമൂഹം രൂപപ്പെട്ട് വരുന്നത്. അവരിൽ നിന്ന്, ക്രിസ്തുവിനെ അനുഗമിക്കാൻ തുടങ്ങിയവരിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്ത് ഈശോ അപ്പസ്തോലന്മാർ എന്ന് അവർക്ക് പേര് നൽകി.
ബൈബിളിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അവൻ അപ്പസ്തോലന്മാരെ തെരഞ്ഞെടുത്തത്? അതാണ് തിരിച്ചറിയേണ്ട വലിയ കാര്യം. താൻ ചെയ്തതൊക്കെ ചെയ്യുവാനും, താൻ പറഞ്ഞതൊക്കെ പറയുവാനും, താൻ ജീവിച്ചതുപോലെ ജീവിക്കുവാനും വേണ്ടിയാണ് അവരെ അവൻ തെരഞ്ഞെടുത്തത്. ഏതൊക്കെയാണത് പറഞ്ഞു നോക്കിക്കേ. ഒന്ന്, താൻ ചെയ്തതൊക്കെ ചെയ്യണം. ഈശോ ചെയ്തതൊക്കെ ചെയ്യണം. അതിനേക്കാൾ വലിയ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമെന്ന് ഈശോ തന്നെ പറയുന്നുണ്ട്. പിന്നീട് താൻ ചെയ്തതൊക്കെ ചെയ്യാനും, താൻ പറഞ്ഞതൊക്കെ പറയാനും, താൻ ജീവിച്ചതുപോലെ ജീവിക്കുവാനും വേണ്ടിയാണ് ദൈവപുത്രനായ ഈശോ അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്തിയതും. അതാണ് അവർക്ക് കിട്ടിയ നിയോഗം. പിന്നെ സംഭവിച്ചതെല്ലാം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ഈശോയുടെ പരസ്യ ജീവിതവും അതിൻ്റെ പരിസമാപ്തിയായ ഈശോയുടെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവുമാണ് ആ പ്രധാനപ്പെട്ട സംഭവങ്ങൾ. അതാണ് രക്ഷയുടെ മർമ്മമായി മാറുക. ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങൾ, ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പിന്നീട് കുർബാനയായി മാറുക. ഈശോയുടെ രക്ഷാകരമായ പീഡയുടെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തമായ യോഗ്യത ഈശോ തൻ്റെ സഭയെ, തൻ്റെ മൗലിക ശരീരമായ തൻ്റെ സഭയെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. തൻ്റെ മൗലിക ശരീരമായ സഭ വിശുദ്ധ കൂദാശകളിലൂടെയാണ് ഈ അനന്തമായ യോഗ്യത നമുക്ക് നൽകുന്നത്. അങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇന്ന് നമ്മൾ പ്രവേശിക്കുന്നത്. കൂദാശകളുടെ കൂദാശയായ പരിശുദ്ധ കുർബാനയിലാണ് ക്രിസ്തുവിൻ്റെ ഈ രക്ഷാകരമായ പ്രവൃത്തി അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുന്നതും നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നതും. അതുകൊണ്ടാണ് രക്ഷാകര ചരിത്രവും പരിശുദ്ധ കുർബാനയുമായുള്ള ബന്ധത്തിലേക്കാണ് ഞാനിവിടെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ച പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധ കുർബാന ദൈവം വെളിപ്പെടുത്തി തരേണ്ട ദിവ്യ രഹസ്യമാണ്. മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട്, മനുഷ്യൻ്റെ കഴിവ് കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതോ മനസ്സിലാക്കാൻ പറ്റുന്നതോ അല്ല. അത് ദൈവം വെളിപ്പെടുത്തി തരേണ്ട ദിവ്യമായ രഹസ്യമാണ്. ഈശോ മിശിഹ പഠിപ്പിച്ച പരമമായ രഹസ്യമാണിത്. പരമമായ സത്യമാണ് പരിശുദ്ധ കുർബാന. കാലാകാലങ്ങളായി സഭ വിശ്വസ്തയോടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സത്യമാണ് പരിശുദ്ധ കുർബാന. സഭ എന്നും വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടെ ആഘോഷിക്കുന്ന ദിവ്യ രഹസ്യമാണ് പരിശുദ്ധ കുർബാന. ഈശോ മിശിഹ സ്ഥാപിച്ചതും ഈശോ തൻ്റെ സഭയെ ഭരമേൽപ്പിച്ചതും അപ്പസ്തോലന്മാർ രൂപം നൽകിയതും സഭാ പാരമ്പര്യം നൂറ്റാണ്ടുകളിലൂടെ അവികലമായും അന്യൂനമായും ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചതും തലമുറകൾക്ക് കൈമാറിക്കൊടുക്കുന്നതുമായ നിധിയാണ് പരിശുദ്ധ കുർബാന. ഇതൊരു നിധിയാണ്. നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം ഇതാണ്. ദിവ്യമായൊരു രഹസ്യമാണ് പരിശുദ്ധ കുർബാന. ഇത് മനസ്സിലാക്കാൻ, കൂടുതൽ ആഴങ്ങളിൽ മനസ്സിലാക്കാൻ, ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ഈ രക്ഷാകര ചരിത്രത്തെ ആഴങ്ങളിൽ മനസ്സിലാക്കാൻ കാലം എന്ന ഒന്നിനെ, കാലത്തെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ രക്ഷാകര പദ്ധതി എങ്ങനെ വളർന്നു വന്നു, രക്ഷാകര പദ്ധതി എങ്ങനെ പൂർത്തിയായി, അതിൻ്റെ ഫലം എങ്ങനെ ലഭിക്കുന്നു, അതാണ് വളരെ പ്രധാനമായി കാലം എന്നതുകൊണ്ട് അർത്ഥമാക്കുക. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ പൂർത്തീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിക്ക് 3 കാലഘട്ടങ്ങളുള്ളതുപോലെ ദിവ്യകാരുണ്യത്തിന് 3 കാലഘട്ടങ്ങളുണ്ട്. ദിവ്യകാരുണ്യത്തിന് 3 കാലഘട്ടങ്ങളുണ്ട്. പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യം പ്രതീകമാണ്. പുതിയ നിയമത്തിൽ ദിവ്യകാരുണ്യം ഒരു ചരിത്ര സംഭവമാണ്. സഭയുടെ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യം വിശുദ്ധമായ കൂദാശയാണ്. പറഞ്ഞേ, പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യം പ്രതീകമാണ്. പുതിയ നിയമത്തിൽ ദിവ്യകാരുണ്യം ഒരു ചരിത്ര സംഭവമാണ്. ഈശോ ഒരു ചരിത്ര പുരുഷനാണ്. അതുകൊണ്ട് ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനം ഒരു ചരിത്ര സംഭവമാണ്. അവൻ്റെ കുരിശുമരണം ഒരു ചരിത്ര സംഭവമാണ്. അവൻ്റെ ഉത്ഥാനം ഒരു ചരിത്ര സംഭവമാണ്. അതുകൊണ്ടാണ്
പഴയ നിയമത്തിൽ ദിവ്യകാരുണ്യം ഒരു പ്രതീകമാണ്. പുതിയ നിയമത്തിൽ ദിവ്യകാരുണ്യം ഒരു ചരിത്ര സംഭവമാണ്. സഭയുടെ കാലഘട്ടത്തിൽ ദിവ്യകാരുണ്യം വിശുദ്ധമായ കൂദാശയാണ്. പ്രതീകം എങ്ങനെ ചരിത്ര സംഭവമായി മാറി, ഒരു ചരിത്ര സംഭവം എങ്ങനെ ഇന്ന് കൂദാശയായി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഇതാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ആഴങ്ങളിൽ പഠിക്കുന്ന ഒരാൾ കണ്ടെത്തുന്ന സത്യം. ഇതാണ് ഇനിയുള്ള നാളുകളിൽ പങ്കുവയ്ക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുക. ഈശോ മിശിഹായുടെ രക്ഷാകരമായ പീഡാസഹനത്തിൻ്റെയും പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. അവൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും അടങ്ങുന്നതാണ് ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങൾ. അതിൽ 3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും, 2 പെസഹ രഹസ്യങ്ങളുടെ അനുഷ്ഠാനവും, 3 പെസഹ രഹസ്യങ്ങളുടെ ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. പെസഹ രഹസ്യങ്ങൾ എന്ന് പറയുന്നത് ചരിത്രത്തിൽ പെസഹ ത്രിദിനങ്ങളിലെ സംഭവങ്ങളാണ്. ആ പെസഹ ത്രിദിനങ്ങളിലെ സംഭവങ്ങളാണ് പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും. അതിൻ്റെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാന. അനുസ്മരണം. എന്താണ് അനുസ്മരിക്കേണ്ടത്? ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളാണ്. എന്താണ് അനുഷ്ഠിക്കുന്നത്? ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളാണ്. എന്താണ് ആഘോഷിക്കുന്നത്? ക്രിസ്തുവിൻ്റെ പെസഹ രഹസ്യങ്ങളാണ്. മനസ്സിലാക്കാൻ ഇത്ര പ്രയാസമുണ്ട് എങ്കിലും ബലിപീഠത്തിനരികിലാണ് അനുസ്മരണം നടക്കേണ്ടത്. ബലിപീഠത്തിലാണ് അനുഷ്ഠാനം നടക്കേണ്ടത്. ബലിപീഠത്തിൽ നിന്ന് അതിൻ്റെ തുടർച്ചയായ ജീവിതത്തിലാണ് ബലിയുടെ ആഘോഷം നടക്കേണ്ടത്. കുറേ മാസങ്ങൾ കൊണ്ട് എനിക്ക് അവിടെ വരെ എത്തിക്കാം എന്ന് ഞാൻ കരുതുകയാണ്. അനുസ്മരണം നടക്കേണ്ടത് എവിടെയാണ്? ബലിപീഠത്തിനരികിലാണ്. അനുഷ്ഠാനം നടക്കേണ്ടത് എവിടെയാണ്? ബലിപീഠത്തിലാണ്. ആഘോഷം നടക്കേണ്ടത് ബലിപീഠത്തിലല്ല, ജീവിതത്തിലാണ്. അപ്പോഴാണ് ബലിയും ബലിജീവിതവും ഒന്നാണ് എന്ന് മനസ്സിലാവുന്നത്. ബലിയുടെ തുടർച്ചയാണ് ബലിജീവിതം. ബലിജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലിയായിത്തീരാനുള്ള ബലം നൽകുന്നതും ദിവ്യകാരുണ്യം. ബലിജീവിതം നയിക്കുന്നവരുടെ ബലം ദിവ്യകാരുണ്യമാണ്. വേറൊരു ബലവും നമുക്കില്ല. പരിശുദ്ധ കുർബാനയാണ് നമുക്ക് ആശ്രയം. പരിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തിയാണ് നമ്മുടെ ബലം. അപ്പം അതുകൊണ്ട് സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർ ദിവ്യകാരുണ്യത്തിലേക്ക് വരിക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുക്കൽ വരട്ടെ, ഞാൻ അവരെ ആശ്വസിപ്പിക്കാം. ദൈവത്തിൻ്റെ ആശ്വാസം ലഭിക്കാൻ ദിവ്യകാരുണ്യത്തിലേക്ക് വരിക, പരിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ഉൾക്കൊള്ളുക. അപ്പോൾ ബലിജീവിതം നയിക്കാനുള്ള ബലം കൂടെ നമുക്ക് കിട്ടും. ബലിജീവിതം നയിക്കുന്നവരുടെ ബലമാണ് ദിവ്യകാരുണ്യം. ബലിയായിത്തീരാനുള്ള ബലം കിട്ടുന്നതും ദിവ്യകാരുണ്യം. അപ്പോഴാണ് ദിവ്യകാരുണ്യ കേന്ദ്രീകൃതമായ ഒരാധ്യാത്മികത രൂപപ്പെടുക. അതാണ് സ്ഥായിയായ ആധ്യാത്മികത. അവിടെ എത്തുന്നത് വരെയാണ് മറ്റു കാര്യങ്ങളൊക്കെ. അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്നും വേണ്ട എന്ന് മനസ്സിലാകും. ദിവ്യകാരുണ്യം അതാണ് ജീവശ്വാസമായി മാറുക. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ബലം അതാണ്. ഇത് മനസ്സിലാക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈ ആരാധനയുടെ സമയത്ത് തീവ്രമായി നമുക്ക് പരിശ്രമിക്കാം. ദൈവമായ കർത്താവേ, അവിടുത്തെ കാരുണ്യത്താൽ അങ്ങൊരുക്കിയ രക്ഷാകര പദ്ധതി, അത് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അങ്ങ് ഒരുക്കിയ പദ്ധതിയാണല്ലോ. പറുദീസയുടെ പശ്ചാത്തലത്തിൽ ആ രക്ഷകനെക്കുറിച്ചുള്ള വാഗ്ദാനം ആദ്യമായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നീട് അബ്രാഹത്തിൻ്റെ വിളിയിലൂടെ ഒരു വ്യക്തിയിൽ നിന്ന് പിന്നീട് ഗോത്രത്തിലേക്കും ഒരു രാജ്യത്തിലേക്കും വ്യാപിച്ചു. അതിൻ്റെ എല്ലാം പിന്നിൽ ദൈവമേ അങ്ങയുടെ ഒരു ആശീർവാദമുണ്ട്. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരനുഗ്രഹമായി മാറും, നിന്നിലൂടെ ഭൂമുഖത്തെ വംശമെല്ലാം അനുഗ്രഹിക്കപ്പെടും. ആ
അനുഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവൻ്റെ രക്ഷാകരമായ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും അടങ്ങുന്ന പെസഹ രഹസ്യങ്ങൾ ഞങ്ങളുടെ അടിസ്ഥാനമായി മാറിയത്. ആ പെസഹ രഹസ്യങ്ങളുടെ അനുസ്മരണവും അനുഷ്ഠാനവും ആഘോഷവുമാണ് പരിശുദ്ധ കുർബാനയെന്ന് തിരിച്ചറിയാൻ നിൻ്റെ ബലിക്കല്ലിന് ചുവട്ടിൽ തപസ്സിരുന്ന് അനുസ്മരണത്തെ തീവ്രതയുള്ളതാക്കി മാറ്റാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അർത്ഥം അറിഞ്ഞ് ബലി അനുഷ്ഠിക്കുവാൻ, ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ബലിയിൽ നിന്ന് ശക്തി ഉൾക്കൊണ്ടുകൊണ്ട് ബലിജീവിതം തുടരുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് ദിവ്യകാരുണ്യ ഈശോയോട് തിഷ്ഠതയോടെ ഈ ആരാധനയുടെ സമയത്ത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള എല്ലാ കൃപകളും തരട്ടെ. സർവശക്തനായ ദൈവത്തിന് എൻ്റെ സകല കാര്യങ്ങളിലും ഇടപെടാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും എന്നെ ആശ്വസിപ്പിക്കാനും എന്നെ ശക്തിപ്പെടുത്താനും എൻ്റെ ദൈവത്തിന് സാധിക്കും എന്ന തിരിച്ചറിവോടെ പരിപൂർണമായി ദിവ്യകാരുണ്യ ഈശോയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഈ ആരാധന ആരംഭിക്കാം.